ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു യു ക്രാഫ്റ്റ്. എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് മുട്ടയൊന്നും യൂസ് ചെയ്യാതെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കേക്കിൻ്റെ റെസിപ്പിയാണിത്. നമുക്ക് ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2 കപ്പ് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ 1 കപ്പ് പാല്, പിന്നെ 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ബിസ്ക്കറ്റ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പം ഞാൻ മിക്സിയിലേക്ക് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ക്രീം ബിസ്ക്കറ്റും നോർമൽ ബിസ്ക്കറ്റും ഒക്കെ പൊട്ടിയതൊക്കെ വീട്ടിലുള്ളതാണ് എടുത്തിട്ടുള്ളത്. ഇതിപ്പോൾ നന്നായി പൊടിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മിക്സിയിലെ ജാറിലേക്ക് ഇട്ടിട്ട് പാലുമായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഒരു 30 സെക്കൻഡ് ഒന്ന് അടിച്ചെടുക്കണം. ആദ്യം ബിസ്ക്കറ്റ് പൊടിക്കാൻ നമ്മൾ 1 മിനിറ്റോളം അടിച്ചപ്പോൾ നന്നായി മിക്സ് ചെയ്ത് തന്നിട്ടുണ്ട്. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് ആയപ്പോൾ തന്നെ കേക്കിൻ്റെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു മിക്സർ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച ബേക്കിംഗ് സോഡ 1/2 ടീസ്പൂൺ ഇതിലേക്ക് നമുക്ക് മിക്സ് ചെയ്യാം. അതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ മിൽക്കും കൂടി നമുക്കിവിടെ ചേർക്കാം. എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല മിക്സ് ആയതിന് ശേഷം നമുക്കിത് ബേക്ക് ചെയ്യാനായിട്ട്, ഞാനിവിടെ പാനിലാണ് ബേക്ക് ചെയ്യുന്നത്, പാനിലേക്ക് നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. അതിനായി ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിനകത്ത് എനിക്കൊരു ബട്ടർ പേപ്പർ വെക്കാം. ബട്ടർ പേപ്പർ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു പേപ്പറിൽ ബട്ടർ തേച്ചിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പം പാനിൽ ചുറ്റും എണ്ണ തടവി കൊടുത്തിട്ടുണ്ട്. ബട്ടർ തന്നെയാണ് തടവി കൊടുത്തത്. ഇനി നമുക്ക് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലൊരു ടേസ്റ്റി കേക്കാണ്. നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണിത്. ഇനി ഇതിപ്പോൾ നമുക്കൊന്ന് ബേക്ക് ചെയ്യാൻ വെക്കാം. അതിനായി ഞാൻ സ്റ്റൗ ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെയുള്ള പാൻ എടുക്കുമ്പോൾ ഇവിടെ ഹോൾ ഉണ്ടെങ്കിൽ അത് അടക്കാൻ മറക്കരുത് കേട്ടോ. എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓൺ ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഒരു അടുപ്പ് പാത്രം വെക്കാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ കേക്ക് വെക്കാം. അപ്പം വേഗം കത്തിക്കരിഞ്ഞു പോകാതിരിക്കും. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചാൽ തന്നെ കേക്കാവും. ഇപ്പോൾ ഇതാ കേക്കിന് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് വെന്ത് നോക്കാൻ വേണ്ടി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചൊന്ന് കുത്തി നോക്കാം. അപ്പോൾ ടൂത്ത് പിക്കിലൊന്നും ബാറ്ററൊന്നും വരുന്നില്ല. അപ്പോൾ കേക്ക് നന്നായി വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കൊന്ന് മാറ്റി വെക്കാം, തണുക്കാനായി മാറ്റി വെക്കാം. എന്നിട്ട് നമുക്ക് ഇളക്കിയൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ ഞാനിതൊരു പാത്രത്തിലേക്കാക്കി മാറ്റിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് കേക്ക് തന്നെ ആയിട്ടുണ്ട്. മുട്ടയൊന്നും കൂട്ടിയിട്ടില്ലെങ്കിൽ നല്ല സോഫ്റ്റായ കേക്ക് തന്നെയാണ് ആയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യാം. ഞാൻ അതിനായിട്ട് ഒരു ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്തതാണിത്. ഡാർക്ക് ചോക്ലേറ്റ് എടുത്ത് മെൽറ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിലാക്കി കൊടുക്കുന്നതാണ്. ഇത് ഓപ്ഷനിലാണ്. നമുക്കൊന്ന് മൊത്തം ഒന്ന് ചുറ്റി കൊടുക്കാം. ഒന്നുകൂടി ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ ചോക്ലേറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ ഇഷ്ടമല്ലേ. അപ്പോൾ നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ആണെങ്കിലും ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റൊന്നും ഇല്ല ഈ കേക്കിന്. നല്ലൊരു ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് തന്നെയാണ്. ഇതിൻ്റെ മുകളിലൊന്ന് ഞാൻ ഇത് ഷുഗർ ബോൾസ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. മൊത്തമായിട്ടൊന്ന് കാണാനുള്ളൊരു രസത്തിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ കേക്ക് ഇത് നല്ല സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ബൈ, ടേക്ക് കെയർ.